കടുത്ത രീതിയിലുള്ള ആക്രമണം തന്നെ ഇറാനിൽ എമ്പാടും തുടരുകയാണ്. അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലെ സാഹചര്യം അത് ഓരോ ദിവസവും അത് മെച്ചപ്പെട്ടു വരും എന്ന് പ്രതീക്ഷിക്കുമ്പോഴും കൂടുതൽ ഗുരുതരമായി തന്നെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ട്രംപ് പറയുന്നത് ഇറാനുമായി യാതൊരുവിധ ചർച്ചകൾക്കും തയ്യാറല്ല, ഇറാനിലെ മിലിറ്ററി സംവിധാനം അത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കും, അതുപോലെ തന്നെ അവിടെ ഇപ്പോഴുള്ള ഭരണകൂടത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന എല്ലാ നേതാക്കളെയും വകവരുത്തും. ഈ ഒരു ലക്ഷ്യവുമായിട്ടാണ് അമേരിക്ക മുന്നോട്ട് നീങ്ങുന്നതെന്നാണ് ട്രംപ് പറഞ്ഞത്. മാത്രമല്ല, ഞങ്ങൾക്ക് ആരുടെയും സഹായവും ഇതിന് വേണ്ട എന്നും ട്രംപ് വ്യക്തമാക്കുന്നു. അതായത് UK പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ സുരക്ഷയ്ക്കായിട്ട് അവരുടെ യുദ്ധവിമാനങ്ങളും അതുപോലെ തന്നെ ഡിഫൻസ് സംവിധാനങ്ങളും അയച്ചിരുന്നു. അതുപോലെ തന്നെ കുർദിഷ് സേനയെ അമേരിക്ക ഈ ആക്രമണത്തിൽ ഗ്രൗണ്ട് ലെവൽ അറ്റാക്ക് നടത്താൻ ബന്ധപ്പെട്ടു എന്നുള്ള അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു. ഇതിന് രണ്ടിനും പ്രതികരിച്ചുകൊണ്ട് ട്രംപ് പറഞ്ഞത്, ഞങ്ങൾക്ക് UK ഒരു സഹായവും ആവശ്യമില്ല, അവർ ഏറെ ആലോചിച്ചതിന് ശേഷം പശ്ചിമേഷ്യയിലേക്ക് അവരുടെ യുദ്ധവിമാനങ്ങൾ അയച്ചിട്ടുണ്ട്, അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഞങ്ങൾ നിലവിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധമാണ്, ഞങ്ങൾക്ക് ഇതിൽ UK സഹായം ആവശ്യമില്ല എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, കുർദിഷ് സേന അവർ നല്ല പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്, പക്ഷേ ഈ മേഖലയിൽ അവരുടെ ഇടപെടൽ ആവശ്യമില്ല എന്ന് ഞങ്ങൾ അവരെ അറിയിച്ചതായിട്ടും ട്രംപ് പറയുന്നുണ്ട്. അത്തരത്തിൽ US മതി, ഈ യുഎസിന് ഒറ്റയ്ക്ക് ഇറാനെ നിയന്ത്രിക്കാൻ കഴിയും എന്നൊരു അവകാശവാദത്തോടെ ട്രംപ് മുന്നോട്ട് നീങ്ങുകയാണ്. അതായത് അജയ്, ഈ കുർദിഷ് സേനയുടെ ആവശ്യമില്ല സേവനം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചതാണ്, ഈ കുർദിഷ് സേനയുമായി അടക്കം ട്രംപ് ആശയവിനിമയം നടത്തുന്നു എന്നുള്ളത്. ഒരു പക്ഷേ കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നു അമേരിക്ക, അതുകൊണ്ട് തന്നെയാകാം ഈ കുർദിഷുകളുമായും ആശയവിനിമയം നടത്തുന്നത് എന്നതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എങ്കിൽ ഇപ്പോൾ നമുക്കെന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ കടൽ മാർഗം ഉള്ള ആക്രമണം, ഒപ്പം ആകാശമാർഗം ഉള്ള ആക്രമണം, അതിനപ്പുറത്ത് കരയുദ്ധത്തിലേക്ക് പോകാൻ അമേരിക്ക ഇപ്പോഴും താല്പര്യപ്പെടുന്നില്ല എന്ന് തന്നെയല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ ഒരു ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വന്നിരുന്നു. അതായത് കൊല്ലപ്പെട്ട 6 അമേരിക്കൻ സോൾജേഴ്സിന്റെ മൃതദേഹങ്ങൾ അമേരിക്കയിലേക്ക് എത്തിയ ചില ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. നമുക്ക് അത് ഫുൾ സ്ക്രീനിലേക്ക് പോകുമ്പോൾ, അതായത് അജയ് സുധാ ബിജു തുടരുക. അജയ്, ഇതാ ആ ദൃശ്യങ്ങൾ, അതായത് മൃതദേഹങ്ങളടക്കം എത്തിക്കുന്ന ദൃശ്യങ്ങൾ ആണ്. അവിടെ എല്ലാ ഔദ്യോഗിക ബഹുമതികളോടും കൂടി ആ മൃതദേഹം സ്വീകരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. പ്രത്യേകിച്ച് പ്രസിഡന്റ് തന്നെ ആ മൃതദേഹം സ്വീകരിക്കാൻ എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്.